ഇന്നാളെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. വെറുതെ പറഞ്ഞു രശ്മിക മന്ദാന ക്രഷാണ് പറഞ്ഞു, വെറുതെ കേട്ടു. ശരിക്കും ആക്ച്വലി അണ്ണ അങ്ങനെ ക്രഷ് ഉണ്ടോ? ഒരു രസമില്ല, ഒരു രസമില്ല, വെറുതെ എക്സ്പെരിമെന്റ് ചെയ്യലാണ്. ഇതില്ലാത്ത മസാല എന്ന് പറഞ്ഞാൽ അണ്ണം പറയുന്നത് മറ്റേ സാധനമാണ്. ശശിയാണെന്നുകൊണ്ട് രാത്രിയാകുമ്പോ വന്നത് എന്താണ് ആൾക്കാർ അപ്പുറം അതാണ്. അപ്പുറം ഇല്ലാത്ത ഏക ആളെ ഒമർ ലുലു ആണ്. ഒമർ ലുലു മാത്രം സമ്മതിക്കുന്നില്ല, പുള്ളി എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ പടമാണത്. ആയിക്കോട്ടെ. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൊമെന്റ് ഉണ്ട് ആ പടത്തിൽ. ബാഡ് ബോയ്സ്. ആ ബാഡ് ബോയ്സിൽ കുറെ നിങ്ങളെ കുറച്ച് നിലവാരമാണ് വിചാരിച്ചിരിക്കും. അണ്ണൻ ഈ എല്ലാ ദിവസവും വീഡിയോ കൂടി ഓരോരുത്തരുടെ അണ്ണൻ നിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്തുകൊണ്ട് കമലഹാസൻ ഇത്ര വലിയ നടന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് രജനീകാന്ത് അത്ര പോപ്പുലാരിറ്റി ഇല്ല? രജനീകാന്ത് രാത്രി ഒന്ന് ലൈവിൽ വന്നിട്ട് മന്ദാനയോട് ക്രഷാന്നും പറഞ്ഞിട്ടില്ല അണ്ണാ. ഇമോഷണൽ UK പെണ്ണ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, അയാൾക്ക് മെസ്സേജ് അയക്കും. അവസാനം പറയുന്ന ഹണി ട്രാപ്പാണ്, തുണി ഊരി കാണിക്കാനാണ് പറയുന്നത്. അത് ഞാൻ ബ്ലോക്ക് ചെയ്ത് കളിയാണ്. ഞാൻ നോക്കിയപ്പോൾ പെരയുടെ ഫോൺ എടുത്തപ്പോൾ അവൻ്റെ ഫോണിൽ ഇതേ ആളാണ്. ക്രഷല്ല പറഞ്ഞ റീച്ചിന് വേണ്ടി മാത്രമാണ്. ഇവിടെ വിറ്റുപോകുന്ന കോമാളിത്തരം, അല്ലെങ്കിൽ അപരാധം, അല്ലെങ്കിൽ അഡൽട്ട്. എന്തായാലും ഒരുപാട് നാശേഷം നല്ലൊരു ഇൻ്റർവ്യൂ കാണാൻ അറിയാൻ പറ്റി. ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് വരികയാണെങ്കിൽ എൻ്റെ ഇമേജ് മാറും. നമസ്കാരം, വെൽക്കം ടു ജാഗോ സ്പേസ്. ഇറ്റ്സ് മീൻ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി, ഈ അതിഥിയെ പ്രത്യേകിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ സ്വന്തം അണ്ണനാണ്, നമ്മുടെ ആറാട്ടണ്ണൻ. അണ്ണാ നമസ്കാരം. സുഖമായിരിക്കുന്നോ? എങ്ങനെ? ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇരിപ്പ് ജാഗോ സ്പേസിൽ അവിടുത്തെ സ്നേഹ അറിയിച്ച് ഇഷ്യൂ വേണ്ടി വരികയാണ്. അന്നൊരു വൺ ഇന്റർവ്യൂ ആയിരുന്നു അത്. ഭയങ്കര ഹിറ്റായി. അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് എത്രയോ വർഷമായില്ലേ? കുറെ നാളായി, 2-3 വർഷമായി ജാഗോ സ്പേസിൽ വന്ന് വരുന്നപ്പോഴാണ്. ഞാൻ ഇപ്പോഴാണ് വരുന്നത്. ഓക്കെ, എല്ലാം നല്ലതിന്. അണ്ണാ ശരിക്കും അണ്ണൻ ഇപ്പൊ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഞാൻ ഡോക്ടറേറ്റ് ചെയ്തോണ്ടിരിക്കുക. ആണ്. എനിക്ക് JRF സ്കോളർഷിപ്പിലുണ്ട്. ഓക്കെ ഓക്കെ. അതിനൊപ്പം ഫിലിം റിവ്യൂ വളരെ ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ക്ലാസ് അല്ല, ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. ക്ലാസ്സിൽ 6 മാസമേ ഉള്ളൂ കോഴ്സ് വർക്ക്. പിന്നെ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. ഓ ഓക്കെ. അതുകൊണ്ടാണ് പല കാര്യം ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഏതിലാണ് ഡോക്ടറേറ്റ് എടുക്കാൻ പോകുന്നത്? ഫിലോസഫി ഓഫ് സയൻസ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്, ഇലക്ട്രോണിക്കേഷൻ. അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തി. കുറെ ബുക്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ മാസ്റ്റേഴ്സ് എടുത്തു ഫിലോസഫിയിൽ. താല്പര്യം ഫിലോസഫി ആയിരുന്നു. ഫിലോസഫി സയൻസിലാണ് ഇപ്പോൾ PhD ചെയ്യുന്നത്. നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയ 8 അഡ്മിഷൻ കിട്ടിയതാണ്. അപ്പോഴാണ് ഫാദറിൻ്റെ ഹെൽത്ത് മോശമായി, പുള്ളി മരിച്ചു പോയി. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഓ ശരി ശരി ശരി. അപ്പോൾ ഇത് കഴിഞ്ഞ് എന്താണ് ഫ്യൂച്ചർ പ്ലാൻ അണ്ണൻ്റെ? എനിക്ക് ഞാൻ അമ്മയെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണം. അമ്മയെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കണം. അമ്മയുടെ കാലം കഴിഞ്ഞ് യൂറോപ്പിൽ പോകണമുണ്ട്. ഓക്കെ ഓക്കെ. സിസ്റ്റേഴ്സ് എല്ലാം പുറത്താണ്. നിങ്ങൾ പണ്ട് ഫാമിലി എത്ര പേരാ? മൂത്ത സിസ്റ്റർ US ഡോക്ടറാണ്. US ഡോക്ടർ. ഹസ്ബൻഡ് സയന്റിസ്റ്റ് ആണ്. മകള് മെഡിസിൻ പഠിക്കുന്നു അമേരിക്കയിൽ. ഓ. രണ്ടാമത്തെ ബാംഗ്ലൂർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് ഒരു MNCയിൽ വൈസ് പ്രസിഡന്റ് ആണ്. മകൻ ഡൽഹി ആയിട്ട് പഠിക്കുന്നു. ഓ അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ ഇപ്പം അമ്മ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അണ്ണൻ കൂടുതൽ നോക്കാൻ വേണ്ടി. അമ്മയ്ക്ക് പ്രായമുണ്ട്. മമ്മൂട്ടിയുടെ ഒപ്പം പഠിച്ചാണ്. 74 വയസ്സുണ്ട്. അമ്മയോ? മഹാരാഷ്ട്ര കോളേജിൽ സൈക്കോളജി പഠിച്ചാണ്. അണ്ണാ ശരിക്കും അണ്ണൻ പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഫാദർ കാർബോണ്ടിൽ മാനേജറായിരുന്നു. പുള്ളി ബേസിക്കലി എഞ്ചിനീയർ ആയിരുന്നു. പുള്ളി പാലക്കാട് വെച്ച് ഞാൻ ജനിച്ചത്. പിന്നീട് എറണാകുളത്തേക്ക് വന്നു. ഓഹോ, അങ്ങനെയാണ് ഇവിടെ വന്നേക്കുന്നത്. പുള്ളിയുടെ കമ്പനിയിലാണ് നാദർശയിൽ വർക്ക് ചെയ്തത്. ആര്? നാദർശ. എൻ്റെ ഫാദർ വർക്ക് ചെയ്ത കമ്പനിയിൽ ജോലി ചെയ്ത ആളാണ്. ഓ ഏത് ടൈമിൽ? അത് 2000 മുമ്പ്. ഓ പുള്ളി നാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. മറ്റേ ദേപ്പൂട്ടിൽ ചെന്നപ്പോൾ പുള്ളി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിലായപ്പോൾ. ആണോ? ഫാദറിനോട് ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെയാണ്. പുള്ളി എനിക്ക് ഫുഡെല്ലാം അന്ന് കഴിച്ചിട്ട് പോയാൽ നിർബന്ധിച്ചിട്ടാണ് വിട്ടത്. ആണല്ലേ? ഓ നാദർശയൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ പരിചയമുണ്ട്. എൻ്റെ ഫാദറായിട്ട് പരിചയമാണ്. ഫാദറിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്ത ആളാണ്. ഓക്കെ അണ്ണാ. ഈ ഒരു കാര്യം ചോദിക്കട്ടെ അണ്ണാ, അണ്ണന് ചെറുപ്പത്തിൽ എന്തെങ്കിലും അബ്യൂസ് നേരിട്ടിട്ടുണ്ടോ? ഒരു 12 വയസ്സ്. എൻ്റെ ഒരു 1986 1998 എൻ്റെ ഗോൾഡൻ ടൈമാണ് ചെറുപ്പത്തിലാണ്. 99 വെച്ചൊരു അബ്യൂസ് നടന്നു. ഒരു പയ്യൻ. എനിക്ക് അന്ന് ഇങ്ങനത്തെ ആയാലും അറിയില്ലായിരുന്നു. ഒരു അന്ന് ക്രിക്കറ്റ് പ്രാന്തനായിരുന്നു. ടെഡിലേക്ക് ഒരുപാട് ആൾമാർ നടന്നു. ഞാൻ ചെറുപ്പത്തിൽ നല്ല ഫെയർ ആയിരുന്നു. കളർ പോയത് ക്രിക്കറ്റ് കളിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ക്രിക്കറ്റ് കാണാൻ ഒരു കേബിൾ TV പോയപ്പോൾ ഒരാൾ ഒരാൾ വേറെ എടുത്താണ്. അയാളെ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടു.
അപ്പോൾ 2.5 പറയാൻ വേണ്ടി നിന്നത്. പക്ഷേ അയാളോട് അപ്പോളജൈസ് ചെയ്തു. കാരണം അങ്ങനെ ഞാൻ ചെയ്തത് ശരിയല്ല, പുള്ളി എന്നോട് ചെയ്തത്, നിങ്ങളോട് സോറി പറഞ്ഞപ്പോൾ ഞാൻ ക്ഷമിക്കുകയും ചെയ്തു. നിങ്ങൾ നമ്മളോട് ഇങ്ങോട്ടൊന്ന് സോറി പറഞ്ഞു. ആ ഒരു അന്നുണ്ടായ ആ ഒരു സംഭവമാണ് എൻ്റെ ലൈഫിന് എന്തെങ്കിലും മാറ്റങ്ങൾ? ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കി. അതൊരു വളരെ ജോളി നടന്ന ക്രിക്കറ്റ് കളിച്ചാൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിട്ട് മാറി. ആ ഒറ്റ കാര്യത്തിൽ പിന്നെ അതിൽ നിന്ന് റിക്കവറായി. ഓക്കെ, അണ്ണൻ്റെ മൊത്തം ഒരു ലൈഫ് സ്റ്റൈൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം എനിക്ക് റെസ്പെക്റ്റ് തോന്നുന്ന അണ്ണൻ്റെ എഡ്യൂക്കേഷനോടാണ്. അണ്ണൻ്റെ എഡ്യൂക്കേഷൻ ഞാൻ എഡ്യൂക്കേഷനുള്ള ഒരാളെ നമ്മൾ അറിയാണ്ട് റെസ്പെക്ട് ചെയ്തു പോകും ഭയങ്കരമായിട്ട്. എനിക്ക് കേരളത്തിൽ അങ്ങനെ റെസ്പെക്റ്റ് ഉണ്ട്. നമ്മൾ റെസ്പെക്ട് ചെയ്തു പോകും. നമ്മളതിനെ ഇപ്പം അണ്ണൻ്റെ ചില ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അണ്ണൻ്റെ ചില ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അണ്ണൻ ലാംഗ്വേജ് ഇൻ്റർവ്യൂസ് കുറവാണ്. മിക്ക ഇൻ്റർവ്യൂസും മസാലയാണ്. ഇൻ്റർവ്യൂസ് 4-5 ഉള്ളൂ. ചില ഇൻ്റർവ്യൂസിൽ അണ്ണൻ ഈ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നു നല്ല രസമായിട്ട്, നല്ല ഫ്ലുവൻ്റ് ആയിട്ട്. അപ്പോഴാണ് പലരും മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെ സംസാരിക്കൂ, ഇങ്ങനെ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോ. അപ്പോൾ ആൾക്കാരിലേക്ക് എത്തിയേക്കുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ്. ഒരു സൈഡിൽ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അണ്ണന് തന്നെ തോന്നാറുണ്ടോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എഡ്യൂക്കേഷനും എൻ്റെ ഒരു നല്ലൊരു വൈബും ഇതെല്ലാം ഒരു സൈഡിൽ കൂടി എങ്ങനെയോ ഞാൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കറിയാം ഞാൻ ആരാണ്, പക്ഷെ ഇവരെ കാണുന്ന വേറെ രീതിയിൽ. എസ്പെഷ്യലി പെൺകുട്ടികളല്ലേ ട്രോൾ കണ്ടാണ് എന്നെ പറ്റി, അല്ല എന്നെ ഇങ്ങനത്തെ ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല. ഇതേ പ്രൊളക്ടോടെ ആക്ടർ ജഗദീഷ് പോയിക്കൊണ്ടിരുന്ന പുള്ളി പ്രൊഫസറിലായിരുന്നു. അതിന് പുള്ളി കുറേ കോമാളി വേഷം ചെയ്ത് കോമാളി ഇമേജ് ആയിരുന്നു. പുള്ളിയോട് ഞാനാ പറഞ്ഞത് ഈ ഇമേജ് ഒന്ന് മാറ്റണമെന്ന്. എനിക്ക് വലിയ കോണ്ടാക്ട് ഉണ്ട്. ഞാനാ പുള്ളി പറഞ്ഞത്. ഇപ്പോൾ പുള്ളി ഒരു വേഴ്സറ്റൈൽ ആക്ടറായി മാറിയിരിക്കുകയാണ്. പക്ഷേ ജഗദീഷ് ചേട്ടൻ ആ ഒരു ട്രാൻസിഷനാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ജഗദീഷ് ചേട്ടൻ സിനിമയിലാണ്, അത് അദ്ദേഹത്തിന്റെ തൊഴിലാണ്. സിനിമയിൽ ഒരു കോമാളി ഇമേജ് ആയിരുന്നു. അതെ അതെ, അതൊരു കോമാളി ഇമേജ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതേപോലെ മാറ്റി എനിക്ക് വരട്ടെ ആലോചിക്കണം. ഓക്കെ ഓക്കെ, ഇതിലൊരു എനിക്കിത് അങ്ങനെ ഞാൻ വയറിലെ സമയത്ത് എൻ്റെ ഫാദർ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. ശരി, അല്ലെങ്കിൽ പിന്നെ ഇമേജ് കോൺഷ്യസും ആയിരുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാർ വിചാരം എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആൾക്കാർ വളരെ കുറവാണ്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ആളാണ്. ജഗദീഷ് ചേട്ടൻ കാണിക്കുന്ന കോമാളിത്തരം സിനിമയിൽ അത് നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം നല്ലൊരു നടനായതുകൊണ്ടാണ്. പക്ഷെ അണ്ണൻ അതായിട്ട് കമ്പയർ ചെയ്തപ്പോൾ അണ്ണ ഇവിടെ വ്യത്യാസം, ആ ഒരു ഇമേജ് പുള്ളിക്ക് വന്നത്. ഒരു കാലത്ത് ആർക്കും അറിയില്ലായിരുന്നു പുള്ളി പ്രൊഫസറാണെന്നും റാങ്ക് ഹോൾഡർ ആണെന്നും ആർക്കും അറിയില്ലായിരുന്നു. നമ്മളൊരു കോമാളിയായിട്ടാണ് കണ്ടത്. കോമഡി ആ ഒരു ഇമേജ് ഇപ്പോൾ മാറിയുണ്ട് പുള്ളിക്ക്. ഡിഫറെന്റ് ഫിലിംസ് ചെയ്യുന്നുണ്ട്. അതെ, അങ്ങനെ പലർക്കും ശ്രീനിവാസൻ പണ്ട് സ്വയം കളിയാക്കിയ ആളാണ്. ഇപ്പോൾ ഒരു ബുദ്ധിജീവന ഇമേജ് വന്നിട്ടുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് മാറി. അതേപോലെ പൃഥ്വിരാജിനെ രാജപ്പൻ വിളിച്ച ആൾക്കാർ ഇപ്പോൾ രാജുവേട്ടനെ വിളിക്കും. അങ്ങനെ ആ ചേഞ്ച് ടൈം എടുക്കും. അണ്ണൻ ഇപ്പൊ കമ്പയർ ചെയ്തത് ഞാനും ജഗദീഷ് ഒരു അനോളജി, ഒരു എക്സാമ്പിൾ, കമ്പാരിസൺ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറയുന്നത് ഞാനും പെരേരും അത്ര മോശക്കാരൊന്നല്ല. ഞങ്ങളുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ മലയാളീസിനും അറിയാം. സിനിമാക്കാരെ തന്നെ പല മീഡിയ ഒക്കെ അവർക്ക് തന്നെ. കാരണം ഇപ്പോൾ വനിതാ തിയേറ്ററിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പുറത്താക്കൽ കാരണം അതാണ്. അവിടെ വരുമ്പോൾ മീഡിയയുടെ ഫോക്കസ് ഞങ്ങളിലേക്ക് വരികയാണ്. പെരേര എന്താ പറഞ്ഞാൽ ലാലേട്ടനെ മമ്മൂക്കയും കാട്ടും റീച്ച് പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിലുണ്ടെന്ന് ഉള്ള കാര്യമല്ലേ. ഇപ്പൊ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റീസാണ് പോപ്പുലാരിറ്റി ഉള്ളത് സിനിമാക്കാരെ കാട്ടും. ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ഒറ്റ കാര്യം പറയട്ടെ. അണ്ണൻ പറഞ്ഞില്ല, അണ്ണനിപ്പോൾ ഒരു സൈഡിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളറിയാതെ റെസ്പെക്റ്റ് ചെയ്തു പോകുന്ന ഒരുപാട് ക്വാളിറ്റി അണ്ണനുണ്ട്. പക്ഷേ ഒരു സൈഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് അണ്ണനെ ഒരു കോമാളിയാക്കി മാറ്റുന്നത് അണ്ണൻ ആ ഒരു ലൈൻ പിടിക്കുന്നുണ്ടാണ്. നമ്മൾ നേരത്തെ പിടിക്കുന്നതല്ല. കാരണം ഇപ്പം നമ്മളെപ്പോഴും ക്വാണ്ടം മെക്കാനിക്സും ഫിലോസഫിയിൽ പറഞ്ഞുകൊണ്ടിരുന്ന റീച്ച് കുറേ ചെയ്യുള്ളൂ. റീച്ചിന് വേണ്ടിയാണ് അണ്ണൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ ഒരു തരത്തിലെ ഫെയിം അല്ല. ഒരു എനിക്കിഷ്ടം ഒരു ഗ്ലാമർ സെലിബ്രിറ്റി അല്ല, ഒരു ഇന്റലക്ച്വൽ സെലിബ്രിറ്റി ആയിട്ട് അറിയപ്പെടാൻ അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ആൾക്കാർ കളിയാക്കുമ്പോഴൊക്കെ അണ്ണൻ ദേഷ്യം വരാറുണ്ടോ? പണ്ടും ദേഷ്യപ്പെടുകയാണ്, ഇപ്പോൾ ദേഷ്യപ്പെടാറില്ല. ഇപ്പോൾ സീസൺഡായി. നമ്മുടെ ആദ്യകാലത്തെ റിയാക്ഷനാണ്, ഇപ്പോൾ അത് പരിചയമായി, അതങ്ങ് ശീലമായി. പക്ഷെ ആദ്യകാലത്ത് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ആൾക്കാർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ഈ 2K കിഡ്സ് നമ്മളെ ഇങ്ങനെ അവർ ഊക്കൽ നമ്മുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഊക്കുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ്. അതിനൊരു കാരണക്കാരൻ അണ്ണൻ തന്നെയാണെന്നാണ്. ഞാനല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടില്ല. ഓൺലൈൻ മീഡിയ ആരിൽ കാണിച്ചതാണ് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കാണിച്ചാൽ. പക്ഷേ ഓൺലൈൻ മീഡിയയുടെ എനിക്ക് ദേഷ്യമൊന്നുമില്ല, കാരണം അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യാം. അണ്ണൻ കുറച്ച് മുമ്പ് പറഞ്ഞു ഓൺലൈൻ മീഡിയ ഡ്രസ്സെല്ലാം പറഞ്ഞാൽ റീച്ചിന് വേണ്ടി മാത്രമാണ്. കാരണം ഇവിടെ വിറ്റുപോകുന്ന കോമാളിത്തരം അല്ലെങ്കിൽ അപരാധം ഇല്ലെങ്കിൽ അഡൽട്ട്. പെരേര കാണിക്കുന്ന കോമാളിത്തരം എനിക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറ്റു രണ്ടും പിടിച്ചത്. അണ്ണൻ പെരേരനെ കമ്പയർ ചെയ്യരുത്. ഞാൻ പറഞ്ഞ അണ്ണൻ ആരാണ്? അണ്ണൻ വന്നേക്കുന്ന വഴി എന്താണ്? അണ്ണൻ എന്താ ഇപ്പോഴും ചെയ്യുന്നത്? ഞാൻ അറിയാതെ വയറിലായ ആളാണ്.
അതെ, ഈ പെരേര അത്ര മോശക്കാരനല്ല. അയാൾ പ്ലാൻ ചെയ്ത് വന്ന ആളാണ്. അയാളെല്ലാം പ്ലാൻ ചെയ്തു, അയാൾ എന്തൊക്കെ ഉദ്ദേശിച്ചു അതെല്ലാം നേടി. അയാൾ അത്ര മോശക്കാരനൊന്നുമല്ല. അതെ, വളരെ പ്രാക്ടിക്കലും സ്മാർട്ടായിട്ടുള്ള ആൾ തന്നെയാണ്. തീർച്ചയായിട്ടും. പെരേരയ്ക്ക് പെരേരയുടേതായിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അവൻ ചിലപ്പോൾ വിചാരിക്കുന്നതായിരിക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് അണ്ണൻ ആരാണ്, അണ്ണൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ അതിലേക്കാണ് വരുന്നത്. അണ്ണൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ അണ്ണനെ ഇവിടെ വിളിച്ചിരുത്താൻ കാരണം ഇവിടെ ഇപ്പോൾ ഇൻ്റലക്ച്വൽ ഇൻ്റർവ്യൂസ് നടത്തി കഴിഞ്ഞാൽ അത് എത്ര പേര് കാണണമെന്നുണ്ട്. എപ്പോഴും ഫിലോസഫിയും എഞ്ചിനീയറിംഗും ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. നമ്മൾ ആ ഫീൽഡിന് ഔട്ടായി പോകും. ഓക്കെ, ഇപ്പോൾ ലൈൻ ലിമിറ്റ് നിൽക്കുന്ന ആദ്യം കൊണ്ടാണ് ഇടയ്ക്ക് ഈ ക്രസ്റ്റ് മറ്റെല്ലാം പറയുന്നത്. അല്ലാതെ ഞാൻ ഇന്നാളെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. വെറുതെ പറഞ്ഞു രശ്മിക മന്ദാന ക്രസ്റ്റാണ് പറഞ്ഞു. വെറുതെ ഇട്ടു. രശ്മിക മന്ദാന വെറുതെ ഇട്ടാണ് 700K ആണ് പോയത്. ശരിക്കും ആക്ച്വലി അണ്ണ അങ്ങനെ ക്രഷ് ഉണ്ടോ? ഒരു രസമില്ല. വെറുതെ എക്സ്പെരിമെന്റ് ചെയ്യാണ്. 700K ആണ് പോയത്. വിഷമാവൂട്ടാ എങ്ങാനും മനസ്സിൽ അല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഒന്ന് എക്സ്പെരിമെന്റ് നോക്കിയാണ് 700K ആണ് പോയത്. ഇവിടെ വേണ്ട ഇതാണ്, ഇവിടെ വേണ്ടൊരു മസാലയാണ്. ഞാൻ ഫിലോസഫി ലൈഫിനെ കുറിച്ച് 800 കോടിന് ബുക്ക് ചെയ്തതാണ്. അതിന് വിറ്റുപോയില്ല. അപ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് പറഞ്ഞാണ് ഇവിടെ വേണ്ട മസാലയാണ്. പിന്നാണ് നീലക്കോയിലിനെ കുറിച്ച് വീഡിയോ ഇട്ടു. അത് 6K പോയി. 6 മില്യനാണ് പോയത്. ആളുകൾക്ക് ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. എല്ലാ കാലത്തും മാസാണ് ഏറ്റവും കൂടുതലാണ്. ഇപ്പം ഈ സിദ്ദിഖ് സിനിമയിൽ പറയുന്നുണ്ട് മറ്റേ രാമലീല, ഈ പൊതുജനം കഴുതയാണ്. 90% ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കാത്ത. അതുകൊണ്ടാണ് പുലിമുരുകമാണ് സിനിമയിൽ ഓടുന്നത്. അങ്ങനെ ഞാൻ പൊതുജനം കഴുതിയ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് അത് വാസ്തവമാണെന്ന് അണ്ണന് തോന്നുന്നുണ്ടോ? വാസ്തവമുണ്ട്. കഴുതയാണ്. എങ്ങനെയാണ് അണ്ണന് പറയാൻ പറ്റുന്നത്? ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. ഭൂരിഭാഗം ആൾക്കാർ ചിന്തിക്കാത്തവരാണ്. ചിന്തിക്കുന്ന 2% ആൾക്കാരേ ഉള്ളൂ. ഓക്കെ, അണ്ണ നമ്മൾ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറയാമോ, ഞാൻ അണ്ണൻ്റെ ഉള്ളിലെ കുറച്ച് നല്ല കുറേ സംഭവങ്ങളുണ്ട്, ആരും കാണാത്തതും കേൾക്കാത്തതും. അത് കുറച്ച് പറയണം. അണ്ണൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ അണ്ണന് പറ്റുന്ന അണ്ണന് തോന്നുന്നുണ്ടോ എങ്കിൽ നമുക്ക് അതൊന്ന് സംസാരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. ആഗ്രഹമുണ്ട്, പക്ഷേ ഇമേജ് മാറുമെന്ന് സംശയമുണ്ട്. അണ്ണന് നല്ല ഇമേജ് വേണമെന്ന് ഇഷ്ടമല്ല. നല്ല ഇമേജ് വേണം ഉണ്ട്. ഒരു ഐൻസ്റ്റീനെ പോലെ റസലിനെ പോലെ ഇന്റലക്ച്വൽ സെലിബ്രിറ്റിയാണ് താല്പര്യം. ഞാൻ പറയട്ടെ അണ്ണ, അങ്ങനെയാണെങ്കിൽ അണ്ണനല്ലേ മാറേണ്ടത്, നമ്മളല്ല മാറേണ്ടത്. അങ്ങനെ അണ്ണന് നല്ല ഇമേജ് വീഡിയോസ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആരാട്ടൻ പോലും അറിയില്ല. ഇപ്പൊ അണ്ണൻ പറയുന്നത് രണ്ട് സെയിം കാര്യമാണ്. രണ്ടോട് മെയിൻറ്റെയിൻ ചെയ്യണം. മാസ് ആൻഡ് ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ ഒരു 3 മസാല വീഡിയോ ഇടുമ്പോ ഒരു 2 ഇന്റലക്ച്വൽ ഇടും. ക്ലാസും മസാല ഇടുമ്പോ 2 ഇന്റലക്ച്വൽ ഇടും. അതാണ് എന്റെ റേഷ്യോ. ഞാൻ 2 മെയിൻറ്റെയിൻ ചെയ്യാം. ഒറ്റ കാര്യം, അണ്ണന് എല്ലാവരും ഒന്ന് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായി മാറണം എന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, ആ ഫാദർ അങ്ങനത്തെ ഒരാളായിരുന്നു. ആ ഫാദറിന്റെ മോൻ എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി ഇപ്പൊ അമ്മയ്ക്കും എല്ലാവർക്കും പറയാൻ പറ്റണം, അച്ഛൻ്റെ അതേ വഴി പോകുന്നൊരു മോനാണ് എൻ്റെ മോൻ. അങ്ങനെയല്ല പോകുന്നത്. അപ്പോൾ സന്തോഷ് വർക്കിക്ക് ആ ഒരു റെസ്പെക്ട് കിട്ടണമെങ്കിൽ അണ്ണനാണ് മാറേണ്ടത്, അല്ലേ? അത് എനിക്ക് അങ്ങനത്തെ മീഡിയക്കാർ വേണം. അങ്ങനത്തെ ചോദ്യം ചോദിക്കണം. ഇവിടെ ഭൂരിഭാഗം മീഡിയക്കാരൻ ചോദിക്കുന്ന മസാലയാണ്, ക്ലീശിയ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അണ്ണൻ കാണിക്കുന്ന അണ്ണന്റെ മസാലകൾ അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ അണ്ണനോട് യോജിപ്പില്ല. നമ്മൾ അതല്ലേ പറഞ്ഞ എനിക്ക് കോമാന്തരം കാണിക്കാൻ. ഇതാണ് കാര്യം. ആ തിരിച്ചറിവുണ്ടല്ലേ, ഞാൻ കാണിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. ബസൂക്കയിലെ സീൻ കണ്ടപ്പോൾ ഞാൻ പോലും തിരിച്ചു പോയി. എന്റെ സീൻ കണ്ടപ്പോ ബസൂക്കല അടിപൊളിയല്ലേ? അതല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടർ യൂസ് ചെയ്ത നല്ലതല്ലേ. ഒരു ഓഡിയൻസിനെ തിയേറ്ററിൽ മൊത്തം ചിരിപ്പിക്കാവുന്ന ചെറിയ കാര്യമല്ല. പക്ഷേ ഈ മലയാളികളുടെ കുഴപ്പം എന്താ, ഇവർ ചിരിക്കുകയും ചെയ്യും അതിന്റെ ഒപ്പം പരിഹസിക്കുകയും ചെയ്യും. അതാണ് കുഴപ്പം. ചിരിക്കുക മാത്രമാണ് കുഴപ്പമില്ല, അങ്ങനെ ചിരിക്കുന്നു ഒപ്പം പരിഹസിക്കുകയും ചെയ്യും. ഓക്കെ, ഇതേപടിയല്ല ശ്രീനിവാസ് ഒരു കാലത്ത് ചെയ്തത്. ശ്രീനിവാസൻ വലിയൊരു ഇന്റലക്ച്വൽ ആയിരുന്നു. പുള്ളി ഒരു കാലത്ത് പുള്ളിയുടെ വൈരൂപ്യം വിറ്റല് പോപ്പുലർ ആയിരുന്നു. അതെ, അദ്ദേഹം നല്ലൊരു നടനായിരുന്നു, നല്ലൊരു എഴുത്തുകാരനായിരുന്നു, നല്ലൊരു സംവിധായകനായിരുന്നു. പുള്ളി പോപ്പുലറായിട്ട് പുള്ളിയുടെ വൈരൂപ്യം വിറ്റല്ല പുള്ളി ആയിരുന്നു. അദ്ദേഹം ഓഡിയൻസിനെ കൈയടിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ഓഡിയൻസ് പക്ഷേ അദ്ദേഹത്തിന് പുറത്ത് കാണുമ്പോൾ റെസ്പെക്ട് കൊടുക്കാതിരുന്നിട്ടില്ലായിരുന്നു. കാരണം ആ കാലത്ത് വലിയ റെസ്പെക്ട് ഉണ്ടായില്ല, ഇപ്പോഴാണ് റെസ്പെക്ട് വന്നത്. ആ കാലത്ത് ഒരു കോമാളിയായിരുന്നു. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് ആരും കളിയാക്കാറില്ല. ഇപ്പോഴാണ് പിന്നീട് ആ പുള്ളി അങ്ങനത്തെ പല കാര്യം പറയണേ. ഇപ്പൊ തന്നെ ഞാൻ നാളെ കമ്മ്യൂണിസ്റ്റ് ഒരു പറഞ്ഞപ്പോഴേക്ക് ആകെ പ്രശ്നമായി. അതെന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് VS അച്ഛ എന്ന് പറയുന്ന ആള് നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നില്ല. അത് പറഞ്ഞതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നമാണ്. ഇന്നോവ കാർ കൊണ്ടുവന്ന് അടിക്കും, നിങ്ങൾ സിനിമ റിവ്യൂ പറയുന്ന പോലെ അല്ല, എന്തൊക്കെയാ കമന്റ്സ് ചെയ്യുന്നത്, പരസ്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്.
അത് ഇതിനെല്ലാത്തിനും ഒരു തുടക്കം എവിടെ നിന്നാണ്? ഇതിനെല്ലാം ഈ സാഹചര്യം ആരാ ഉണ്ടാക്കുന്നത്? ഈ സാഹചര്യങ്ങൾ ആരാ ഉണ്ടാക്കുന്നത്? അത് കാലഘട്ടത്തിന്റെ ഭാഗം 2000 കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഈ സോഷ്യൽ മീഡിയ വന്നതോടെ നെഗറ്റിവിറ്റി വളരെ കൂടിയുണ്ട്. അണ്ണാ സോഷ്യൽ മീഡിയ വന്നോണ്ടാണ് അണ്ണൻ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. 2K കേസിന് ബാധ്യത അതല്ല, 2K കേസ് ആവാൻ കാരണം ഒരു സെക്കൻഡ്, സോഷ്യൽ മീഡിയ വന്നുകൊണ്ടാണ് അണ്ണൻ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ സോഷ്യൽ മീഡിയക്ക് നല്ല വശങ്ങളും ഉണ്ട്. ഇല്ലെന്ന് പറയുന്നത് നമ്മളാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ബെനിഫിറ്റ്സ് ഞാൻ ഉപയോഗിച്ച ആളാണ്. അതെ, അതേപോലെ നെഗറ്റീവ് ഉണ്ട്, എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളത് കേസിലെ ഫേസ്ബുക്കിൽ ഉപയോഗിച്ചാൽ അവർ ആ ചെറുപ്പം മുതൽ അതിൻ്റെതായ അവർ മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നില്ല. അവർക്ക് സാഡിസം വളരെ കൂടിയതാണ്. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വേണം ഏറ്റവും കൂടുതൽ 2K കേസിനെ കളിയാക്കുന്ന ഏരിയ ആവുന്നത് ഞാനാണ്. ഇവര് നമ്മളെ കളിയാക്കി ചിരിക്കുക, ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ കളിയാക്കുക, ഇവർ മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. 2K കിഡ്സ്. പക്ഷേ 2K കിഡ്സ് എല്ലാവരും അങ്ങനെ പറയരുത്. എല്ലാവരും അങ്ങനെയല്ല, മെജോറിറ്റിയെ പറഞ്ഞു. എസ്പെഷ്യലി ഞാൻ ലുലുമാൾ ഡെയിലി പോകാറ്, ബുക്ക് വായിക്കാൻ മറ്റുള്ള പോകാറുണ്ട്. എന്നെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട് ഇവിടെ. ഒറ്റ കാര്യമാണ്, അണ്ണൻ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക്കായിട്ട് നിൽക്കുമ്പോൾ കുറേ 2K കിഡ്സ് വന്നിട്ട് അണ്ണൻ്റെ മേത്ത് കൈയിടുന്നു, അണ്ണനോട് പെർമിഷൻ ചോദിക്കാതെ. അണ്ണൻ ഇഷ്ടമാവുന്നുണ്ട്, അണ്ണൻ ഇഷ്ടപ്പെടുന്നില്ല, പല വീഡിയോയിലും കാണുന്നുണ്ട്. ചിലവരൊക്കെ വന്നിട്ട് അണ്ണൻ അറട്ടാണ് ഒന്ന് ചിരിച്ചെണ്ണ എന്നൊക്കെ പറയുമ്പോൾ അണ്ണൻ മുഖം മാറ്റി പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ മാക്സിമം കോപ്പറേറ്റ് ചെയ്യുന്ന ആളാണ്, മാക്സിമം എത്ര വന്നാലും കൊടുക്കും. പിന്നെ ചില ആൾക്കാർ ഊക്കാൻ വരുമ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അത് മനസ്സിലാകുമ്പോൾ റിയാക്ട് ചെയ്യും. വരുന്നതാണ് അണ്ണൻ ഒഴിവാക്കി വിടുന്നുണ്ട്. അത് ഊക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനാണ് ഓരോരുത്തർ റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയായിരിക്കാം. ഫ്രാങ്ക് ആയിട്ട് പറയാം, ഞാനിപ്പോ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്, പിന്നെ സംസാരിക്കാന്ന് പറയാം. ഞാൻ എത്രയോ നടിമാരെ എത്ര പേര് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ബാക്കിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്, അവര് ശല്യപ്പെടുത്തണമെന്ന്. ആ വെയിറ്റ് ചെയ്യുന്ന അടുത്ത് ഇട്ടിട്ട് ആറാട്ടം വായ നോക്കാൻ പറയുന്നില്ല ആൾക്കാർ, മീഡിയക്കാർ പറയുന്നില്ലേ? അതിൽ ഞാൻ പറയാം, എല്ലാവരും ഇപ്പൊ ഓരോ നടന്മാരോട് സംസാരിക്കണമെങ്കിൽ ചിലപ്പോൾ പുറകിൽ വെയിറ്റ് ചെയ്ത് നിൽക്കും. അത് വേറെ ചിത്രീകരിച്ച് ചിലപ്പോൾ ഇടുന്നതായിരിക്കും. അങ്ങനെ നെഗറ്റീവ്സ് കുറെ വന്നിട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ പേഴ്സണലി ഞാൻ നേരത്തെ ചോദിച്ചത് നമ്മൾ പറയാത്തുള്ളൂ. ഇപ്പൊ എന്നെ അന്ന് പോലീസ് അവിടെ വന്നിട്ട് ഞാൻ ടിക്കറ്റ് കാണിച്ചു, പോലീസ് പോയി. അതിന് മീഡിയക്കായിട്ട് ക്യാപ്ഷൻ അറിയാം, ആറാട്ടനെ പോലീസ് തൂക്കിയോ. അതന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി സുരേഷ് ഗോപി പറഞ്ഞതാണ്. മീഡിയ പഠനം വളച്ചു പിടിക്കാനുണ്ട്. പണ്ട് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു മമ്മൂട്ടിക്ക് സിനിമ ഭ്രാന്താണ്. അവസാനം ന്യൂസ് വന്നു മമ്മൂട്ടിക്ക് ഭ്രാന്താണ്. അവസാനം പൃഥ്വിരാജ് ഫാൻസും മമ്മൂട്ടി ഫാൻസും അടിയായി. സിനിമയിൽ നമ്മൾ മാറ്റിവെച്ചു. ഇങ്ങനെയാണ് പല വളച്ചു പിടിക്കാനാണ് പ്രശ്നം. എന്തുകൊണ്ട് മീഡിയ വളച്ചു പിടിക്കുന്നു? അവരെ കൊണ്ടിട്ട് കാര്യമില്ല, കാരണം ഇങ്ങനത്തെ ന്യൂസ് ആൾക്കാർക്ക് വേണ്ടത്. ഇത് ബേസിക്കലി ആളുകളുടെ കുഴപ്പമാണ്, പബ്ലിക്കിന്റെ കുഴപ്പമാണ്. ഒറ്റ കാര്യം ചോദിക്കണം, അപ്പോൾ ഈ മീഡിയ വളച്ചൊടിച്ച കാര്യമില്ലേ? ഇപ്പൊ പണം കുറച്ച് മുമ്പ് പറഞ്ഞു മീഡിയ വളച്ചൊടിച്ചത് തെറ്റാണോ ശരിയാണോ? അത് ശരിയല്ല, അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് ശരി. അണ്ണന്റെ ഭാഗത്ത് മീഡിയക്കാർ ഫ്രീലാൻസ് ചെയ്യുന്ന കാര്യം അവർക്കെല്ലാം ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഇവർ നിലക്കൊല്ലും കൊണ്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത്. ഇവർക്ക് ആളുകൾക്ക് നല്ല വീഡിയോസ് വേണമെങ്കിൽ മീഡിയ നല്ല വീഡിയോസ് കൊടുത്തേനെ. ഓക്കെ, ഇവിടെ ഇപ്പൊ വനിതാ തിയേറ്ററിൽ റിവ്യൂ അല്ല നടക്കുന്നത്. അവിടെ നടക്കുന്നവർ കോമാളിത്തരാണ് മെയിൽ എടുക്കുന്നത്, റിവ്യൂ അല്ല നടക്കുന്നത്. അതിനോട് അണ്ണൻ എതിർപ്പുണ്ട്. ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഈ പെരേര വന്ന ശേഷമാണ് ഇങ്ങനെ കോമാളി. പിന്നെ ഓരോ ആഴ്ച ഓരോ അണ്ണന്മാർ വരിക, എല്ലാ ആഴ്ച ഓരോ അണ്ണന്മാർ. ഈ അണ്ണന്മാരൊക്കെ ആയിട്ട് അണ്ണന് കോൺടാക്ട് ഇല്ലേ? ഈ അണ്ണന്മാരൊക്കെ ആയിട്ട് അണ്ണന് കോൺടാക്ട് ഇല്ലേ? എനിക്കറിയാം. ഈ പെരേരയായിട്ട് അണ്ണന്റെ വീഡിയോസ് ഡെയിലി കാണാറുണ്ടല്ലോ. ഞാൻ പറയാറുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കേൾക്കില്ല. അയാളുടെ വീട്ടുകാർ പറഞ്ഞാലും കേൾക്കാറില്ല. അയാളുടെ ജീവിതം നയിക്കുന്നു, അയാളുടെ ജീവിതം അയാളെ നയിക്കുന്നു. അത് അയാളുടെ ഇഷ്ടത്തിന് അയാൾ നടക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല കാര്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പുള്ളി കേൾക്കില്ല. അണ്ണന്റെ കാര്യം പുള്ളി പണ്ടേ അണ്ണ ചേട്ടാന്ന് വിളിച്ച പുള്ളി ഇപ്പൊ എന്നെ വിളിക്കുന്ന എടോ എന്നൊക്കെയാണ്. അതെന്താ? പുള്ളി ഇപ്പോൾ പൊങ്ങിയല്ലോ, ഈ കല്യാണ മാർക്കറ്റിൽ പോയി. പുള്ളി വലിയ സൂപ്പർ സ്റ്റാർ ആണെന്നൊക്കെ പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ അണ്ണനുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലും സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ആ സ്ത്രീയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഒരുപാട് വന്നേക്കുന്നത്. അത് ഈ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ സമൂഹം അത് ഭയങ്കരമായിട്ട് ശ്രദ്ധ ചെലുത്തും, ഇല്ലേ? മറ്റുള്ള കാര്യങ്ങൾ പോലെയല്ല. അത് കുറെ മുതലെടുക്കണ്ട. നോർത്ത് ഇന്ത്യയിലെ നിർഭയ കേസ് വന്നപ്പോഴാണ് ഈ നിയമം വന്നത്. അത് അവിടെ റൂറൽ ഏരിയാസിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, സിവിലൈസ്ഡ് അല്ലാത്തതുകൊണ്ട് അവിടെ റേപ്പ് ഒരു കോമൺ ഫിനോമിന ഇപ്പോൾ കൊണ്ടുവന്നാണ്. ഇവിടുത്തെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ആണ്, അത് മിസ്യൂസ് ചെയ്യുകയാണ്. അണ്ണൻ ഇപ്പൊ പറഞ്ഞ ഈ ഒരു കാര്യമില്ലേ, അണ്ണൻ എന്ത് രസമായിട്ടാണ് പറഞ്ഞത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അറിവായിരിക്കും അത്. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ നിർഭയ കേസുമായി ബന്ധപ്പെട്ടായിരിക്കും അണ്ണന് നല്ല കാര്യങ്ങൾ നല്ല രസമായിട്ട് പറയാൻ അറിയാണ. അണ്ണനിപ്പോൾ റീച്ചായി. ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി അണ്ണനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. അണ്ണൻ ആരാണ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി അണ്ണൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ആൾക്കാർ. രാഷ്ട്രീയപരമായിട്ട് കുറച്ച് വ്യൂസ് ഇട്ടു, രാഷ്ട്രീയപരമായിട്ട് ഇട്ടു. അവന്മാർ പറയുന്നത് എന്നെ ഇന്നവക്കാർ വിട്ട് തട്ടിക്കളയുമെന്ന് പറയണം. ഞാൻ കമ്മ്യൂണിസ്റ്റിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞു, അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല.
ടോളറൻസ് ഇല്ല. അണ്ണാ അത് പറഞ്ഞ സാഹചര്യമായിരിക്കും അണ്ണാ ചിലപ്പോൾ പ്രശ്നം. അദ്ദേഹം മരിച്ചു കിടക്കുന്ന ടൈമിലാണ്. പറഞ്ഞല്ലോ ബോസ്റ്റൺ 18 പറഞ്ഞല്ലോ. ഓക്കെ, അത് പറയേണ്ട ഒരു സമയമില്ല അണ്ണാ. ഞാൻ എന്താ പറയുക, എല്ലാവരും ഇവിടെ ഇവർ മരിക്കുമ്പോൾ എല്ലാം നല്ല പറയും, ജീവനോടുള്ളപ്പോൾ ആരും നല്ല പറയില്ല. മരിക്കുമ്പോൾ പ്രതിപക്ഷ ആൾക്കാരൊന്നും പറയും ഇങ്ങേര അറിയുന്നുണ്ടോ, ഇല്ലല്ലോ. ഇല്ല, ജീവനോട് ഇരിക്കുമ്പോൾ അയാളെ തെരുവിളിയായി, ജീവനോടിക്കുമ്പോൾ ശേഷം നല്ല പറഞ്ഞു അയാൾ കേൾക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ 2 കാര്യം പറഞ്ഞു. VS അച്യുതാനന്ദൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ജീവനം കൊണ്ട് നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ നല്ലൊരു മുഖ്യമന്ത്രി ആയിരുന്നില്ല. സ്മാർട്ട് സിറ്റി പുള്ളി ഇൻട്രസ്റ്റ് എടുത്തില്ല. കൊച്ചി യൂണിവേഴ്സിറ്റി IIT ആവണ്ടേ, അതിന് പുള്ളി ഇൻട്രസ്റ്റ് എടുത്തില്ല. ആ ഒരു പുരോഗമനം ചേഞ്ച് പുള്ളി വരുത്തിയില്ല. VS അച്യുതാനന്ദൻ പറഞ്ഞ ആളെ ദൈവമൊന്നല്ല. ഞാൻ ബോസിൻ 2 പറഞ്ഞു. അണ്ണന്റെ മുമ്പിലുള്ള നല്ലൊരു നേതാവാരാ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ? ഇപ്പോൾ ഉള്ളതാ? ഇപ്പൊ ആരുമില്ല അങ്ങനെ ഒരു കഴിവില്ലായിരുന്നു. പണ്ടല്ല ഒരുപാട് പേരുണ്ടായി. ആരായിരുന്നു അണ്ണന്റെ ലിസ്റ്റ്? പണ്ട് അച്യുതമേനോൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരുപാട് ചേഞ്ച്. പണ്ട് കമ്മ്യൂണിസ്റ്റത്തിൽ ഒരുപാട് ബുദ്ധിജീവികളും ഒരുപാട് മനുഷ്യസ്നേഹികളുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ വെറും മനോരോഗിലെ ഗുണ്ടകളാണ്. അങ്ങനെ പറയാമോ? എല്ലാവരും ക്വാളിറ്റി ഉള്ളതില്ല. പഴയ കമ്മ്യൂണിസ്റ്റത്തിൽ ബംഗാളിലെല്ലാം പോയി. ബംഗാളിൽ ഒരുപാട് ഇന്റലക്ച്വൽസ് ഉണ്ടായിരുന്നു, ജ്യോതിബാസു പോലെയല്ല. ഇവർ വളരെയധികം ഇന്റലക്ച്വൽ ആൾക്കാരും വളരെ മനുഷ്യത്തുള്ള ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതില്ല. മറ്റുള്ള പാർട്ടികളിലോ ഇന്ത്യയിൽ ഈ കമ്മ്യൂണിസ്റ്റ് ആയാലും BJP രണ്ടും എക്സ്ട്രീമിലേക്കാണ് പോകുന്നത്. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭാവിയാണ്. ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ കേരളം ഇന്ത്യ റെസ്റ്റോറൻറ്റ് കോൺഗ്രസ് വരണം. കാരണം അവർക്ക് ആ എക്സ്ട്രീമിസം ഇല്ല. അവർക്ക് ഐക്യം കുറവായതുകൊണ്ടാണ് എക്സ്ട്രീമിസം ഇല്ലാത്തത്. കറപ്ഷൻ എല്ലാം ഉണ്ട്. പക്ഷെ അവർ വരണം. കാരണം ഇത് ഭയങ്കര എക്സ്ട്രീം. BJP ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും 2 എക്സ്ട്രീമിലേക്ക് പോകണം. വയലൻസിലേക്ക് പോവുകയാണ്, അക്രമ രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വരണമെങ്കിൽ രാഹുൽ ഗാന്ധി പോലെ ആൾക്കാർ മാറിക്കൊടുക്കണം. പുതിയ യങ്സ്റ്റേഴ്സ് വരും, സച്ചിൻ പൈലറ്റ് പോലെ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുക്കണം. രാഹുൽ ഗാന്ധി മാറി കൊടുക്കാത്തോളം കാലം കോൺഗ്രസ് വരാൻ പോകുന്നില്ല. അവർ വന്നാലേ ഇപ്പം ആം ആദ്മി പാർട്ടി നല്ല പാർട്ടിയാണ്, പക്ഷെ വരണമെങ്കിൽ ടൈം എടുക്കില്ലേ. പ്രായോഗികമായിട്ട് ഇപ്പം എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇവർ വരേണ്ടി വരും. ഇവർ വരണമെങ്കിൽ രാഹുൽ ഗാന്ധി അത് മനസ്സിലാക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര റെസ്പെക്ട് തോന്നിപ്പോണ്. കാരണം അണ്ണനെ അറിയാം എല്ലാം. അങ്ങനത്തെ കാര്യം പറഞ്ഞ കുഴപ്പം എന്താ? ജീവനോടെ ഇരിക്കില്ല. ഇന്നോവ കാർ അയക്കുന്നു പറയുന്നത് അടിക്കാൻ, തട്ടിക്കളയാൻ, വെട്ടിയിടാ. ഇവിടെ പണ്ടാളെ 32 വെട്ട് 38 നടത്തിയല്ലോ, അറിയാമല്ലോ. ആ അവസ്ഥയിലേക്ക് ഞാൻ പോവും. സിനിമയെ കുറിച്ച് പറയാൻ സേഫാണ്. ഇവിടെ കേരളത്തിൽ പൊളിറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആണ്. സിനിമയെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ അതേ സമയത്ത് തമിഴ്നാട്ടിൽ പോയി സിനിമയെ കുറിച്ച് പറഞ്ഞ പണിയാണ്. ഇപ്പം ചെയ്ത്താൻ പറഞ്ഞ ആൾ മോഹൻലാൽ 10-12 വർഷം ക്രിട്ടിസൈസ് തുടങ്ങിയിട്ടാണ്. ഇതേ ചെയ്ത്താൻ തമിഴ്നാട്ടിൽ പോയിട്ട് രജനീകാന്തിനെയും വിജയ് പറഞ്ഞ ജീവനോട് ഇരിക്കുമോ? അതാണ് മാസ് ഓഡിയൻസ്. അവർക്ക് ചിന്തിക്കില്ല. മോബ് അങ്ങനെയാണ്. ഞാൻ എടുത്ത റിസ്ക് ആണ് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് പറഞ്ഞത്. ചിലപ്പോൾ അത് തട്ടിക്കളയുന്നു വരും. അങ്ങനത്തെ ആൾക്കാർ ഇവർക്ക് ടോളറൻസ് ഇല്ല. ആ പേടി ഉണ്ടായിരുന്നോ? പുറത്തിറങ്ങുമ്പോൾ എന്താ ചെയ്യാൻ അറിയില്ല. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. അവരാണ്. ഞാൻ ഒരു സത്യമാണ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ഞാൻ ഇറങ്ങി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആരും തട്ടില്ലെന്ന് ഉറപ്പുള്ളൂ. ഇവിടുത്തെ പോലീസ് നിയമം എല്ലാം കറപ്റ്റാണ്. ഇപ്പൊ അവരാണ് ഭരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിന്റെ അനുഭവിയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റോട് യോജിപ്പില്ല. ഇല്ല. ഓക്കെ, അത് അണ്ണന്റെ വ്യക്തിപരമായിട്ടുള്ള അണ്ണന്റെ താല്പര്യം ഉള്ള കാര്യം അതാണ്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടാണ്. കേരളത്തിൽ അണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരാ? കലാരംഗത്തായാലും കായിക രംഗത്തായാലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായാലും അണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരാ? എനിക്ക് ചെകുത്താൻ എൻ്റെ കൂട്ടുകാരൻ. പുള്ളി നിശ്ചിതമായി വിമർശിക്കുന്ന ആളാണ്. എല്ലാ കാര്യവും സോഴ്സ് കെട്ടിക്കാണ്. അഖിൽമാരും കുഴപ്പമില്ല. പിന്നെ ആരാണ് ഒരു ആക്ടിങ്ങിൻ്റെ ഇല്ല. അങ്ങനെ മാത്രം നോക്കുകയാണെങ്കിൽ മോഹൻലാൽ. ആസ് എ പേഴ്സണൽ അല്ല, ആക്ടിങ്ങിൽ ഇങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പണ്ടല്ല ഒരുപാട് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇപ്പം അവരൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും അങ്ങനത്തെ ആളുകൾ കുറച്ചാളും കഴിഞ്ഞ ആൾക്കാർ പറയും പെരേരെന്ന് പറയും. ഇനി അണ്ണൻ്റെ ഒരു കാര്യം ചോദിച്ചേ, പേഴ്സണലി അണ്ണൻ്റെ വിവാഹം എന്നായിരിക്കും? അത് നടക്കുന്നു തോന്നുന്നില്ല. അതെന്താ? കാരണം എനിക്ക് ഏജ് ആയി. 39 തോന്നുന്നില്ല. ഫ്രാങ്ക് ആയി ഞാൻ പല കാര്യം തുറന്നു പറഞ്ഞു. അപ്പൊ നേരത്തെ എന്താ ഇതിപ്പോ അണ്ണൻ എത്ര വർഷമായി ഈ നമ്മുടെ ഇത് തുടങ്ങിയിട്ട്? ഇന്നൊരു പെണ്ണിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് അതാ മനസ്സിലാവാത്ത. ഇപ്പം എന്നെയും പെരേര 2 പേരും ഒന്നിച്ച് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. ഒരു UK പെണ്ണ് എനിക്ക് മെസ്സേജ് അയക്കുന്നു, അയാൾക്ക് മെസ്സേജ് അയക്കും. അവസാനം പറയുന്നത് ഹണി ട്രാപ്പാണ്, തുണി ഊരി കാണിക്കാനാണ് പറയുന്നത്, ന്യൂഡായിട്ട് നിൽക്കാൻ. അപ്പൊ എന്തിനാ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത്? അപ്പോഴല്ലേ പറയും. അവസാനം അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തെല്ലാം കാണിച്ചു. ആരാണ് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്, അത് ഞാൻ ബ്ലോക്ക് ചെയ്ത കളിയാണ്. ഞാൻ നോക്കിയപ്പോൾ പെരയുടെ ഫോൺ എടുത്തപ്പോൾ അവൻ്റെ ഫോണിൽ ഇതേ ആളെന്ന്. എന്നെ മാത്രമല്ല അവൻ്റെ ഫോണിൽ ഇതേ ആളെന്ന്. എന്തുവരെയാണ് പണ്ട് വാർ നടക്കുന്ന സ്പൈ ആയിട്ട് വരും. അതുപോലെയാണ് എങ്ങനെയും ഒരു പെണ്ണ് കേസ് പെടുത്തുക. റഷ്യൻ ചാരസുന്ദരികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഇയാളെ
ഒരു പെണ്ണ് കേസിൽ പെടുത്തുക. ഓക്കെ അണ്ണാ ഞാൻ ചോദിക്കുന്നത്, പിന്നെ ഒരു പെണ്ണ് കേസ് വന്നാലാണ് ഒരാളുടെ ജീവനം പോകുന്നത്. ഇവിടെ ഹിറ്റ്ലറിനെക്കാട്ടും മോശക്കാരൻ ബിൽ ക്ലിന്റണാണ്. അതെ, ഹിറ്റ്ലർ ഇത്രയും ഡാമേജ് വരുത്തിയിട്ടും ഹിറ്റ്ലറെക്കാളും മോശക്കാരൻ ബിൽ ക്ലിന്റൺ. പെണ്ണ് കേസ് വന്ന ഒരാളുടെ ജീവനം പോക്കാണ്, അങ്ങനത്തെ ഇമേജാണ്. അപ്പൊ പിന്നെ ആ വഴിക്ക് പോരുത്. പോലില്ല. അണ്ണാ ഒറ്റ കാര്യം പറയട്ടെ, നമ്മൾ നേരത്തെ തൊപ്പിയുടെ കാര്യം പറഞ്ഞേ. തൊപ്പി വന്നപ്പോൾ എല്ലാവരും തൊപ്പിനെ തെറി വിളിക്കായിരുന്നു. എല്ലാവരും, കാണുന്നവരും പോണവരും വന്നവരൊക്കെ തെറി വിളിക്കായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ 2K കിഡ്സിന്റെ സപ്പോർട്ട് മാത്രമേ തൊപ്പിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തൊപ്പിയുടെ ഇതെന്താ, തൊപ്പി മാറി. തൊപ്പി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ തൊപ്പിനെ എല്ലാവർക്കും ആർക്കും ഒരു തെറ്റ് പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി. 2K കിഡ്സ് മാത്രമല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു തുടങ്ങി. മീഡിയക്കാര് വിചാരിക്കണം എന്തുകൊണ്ട് പണ്ട് മോഹൻലാല് എല്ലാത്തരം പടം ചെയ്യണ്ടായില്ല, ഇപ്പൊ അത് ചെയ്യുന്നുണ്ടോ? കാരണം അങ്ങനത്തെ ആൾക്കാർ വരുന്നില്ല. അതേപോലെ അങ്ങനത്തെ മീഡിയക്കാരുടെ നിങ്ങളെ ചെയ്യുന്ന പോലെ സീരിയസ് ആയിട്ട് ഇന്റർവ്യൂ ആണെങ്കിൽ എൻ്റെ ഇമേജ് മാറും. എൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒരു കാര്യമില്ല. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മുഴുവൻ ഈ മസാല ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊപ്പിക്കും അങ്ങനെയായിരുന്നു. ഒരു ടൈമിൽ തെറി വിളിക്കാൻ വേണ്ടിയായിരുന്നു ആ തൊപ്പിയുടെ പേജിൽ പലരും കയറുന്നത്. ഇപ്പോൾ മാറ്റം വരുത്തിയ പോലെ തന്നെ അണ്ണനും അങ്ങനെ ഒരു മാറ്റം വരും. പണ്ടനെ ഇയാൾക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചാ നേട്ടാ പറഞ്ഞ അപ്പഴെന്താ ബീസ്ലിയാണ്, വധബീസ്ലിയാണ്. പറയട്ടെ, അങ്ങനെ പറയട്ടെ. കഴിക്കാൻ പോണി ഞാനാണ്, നിങ്ങളല്ല. ഞാൻ പറയുന്നത് എത്ര പേരെ കാണുന്ന എന്തൊക്കെയാ എഴുതി വെക്കുന്ന അറിയാം. ഇപ്പൊ ഇന്നോവ കാർഡ് വരും, ഇന്ന് തട്ടും നാളെ തട്ടും എനിക്ക് പറയണം. ഓക്കെ, എന്തായാലും ഞാനിപ്പോ ചെയ്യുന്നത് ഇന്റലക്ച്വൽ കാര്യങ്ങളും ഈ കൂടെ സോഷ്യൽ കമ്മിറ്റി കാര്യങ്ങൾ, കൂടുതൽ സിനിമ റിവ്യൂ. നിങ്ങൾ ചെയ്യുമ്പോൾ റീച്ച് പറയും. എന്തുകൊണ്ട് ചെയ്താണ് റീച്ചില്ല? ചെയ്താണ് എത്രയോ കമൻസ്, ചെയ്താണ് എന്തുകൊണ്ട് ആ റീച്ച് കിട്ടുന്നില്ല? സോഷ്യൽ കിട്ടിക്കാ പുള്ളി സോഷ്യൽ കമ്മിറ്റിയുടെ കാര്യം മാത്രം, പുള്ളി സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. പുള്ളി സോഷ്യൽ കിട്ടിയ എന്നിട്ട് പുള്ളിയുടെ റീച്ച് പോയില്ലേ? അതെ അണ്ണാ, റിയാലിറ്റി. ഇനിയൊരു കാര്യം, അണ്ണന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പൊ ഇനി വിവാഹം കഴിക്കില്ലെന്നാണോ അണ്ണൻ പറയുന്നത്? അല്ല, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു, ആ പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണ്, കല്യാണം കഴിക്കും. എങ്ങനെ, എവിടെയെങ്കിലും കല്യാണ ആലോചനകളെല്ലാം നടത്തിയിരുന്നോ? ആലോചന ഒന്നുമില്ല, ലവ് മാരേജ് എനിക്ക് താല്പര്യം പണ്ട് പോലെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ആണോ? പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 2025 ആ പിള്ളേർക്ക് എന്നെ, അവർക്ക് ഞാൻ സുഗർ ഡാഡിയാണ്, അവർക്ക് എന്നെ താല്പര്യമില്ല. വേണ്ട, നമുക്ക് എൻ്റെ കൂടുതൽ പെൺകുട്ടികളാണ് മിക്കവരും മാരീഡാണ്, ഡിവോഴ്സ് കേസുകളുണ്ട്, അതൊക്കെ നടക്കുള്ളൂ. ഓക്കെ, അണ്ണൻ ഇപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അവർക്ക് എന്നെ ഇഷ്ടപ്പെടാനും നടക്കട്ടെ. അങ്ങനെ ഒരു എനിക്ക് അവരെ ഇഷ്ടപ്പെടുന്ന അവർക്ക് എന്നെ ഇഷ്ടപ്പെടണം. ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ല. അങ്ങനെ വരട്ടെ, ഒരു ദിവസം വരട്ടെ, എന്നെ വിളിക്കണം കല്യാണത്തിന്. നമ്മുടെ ഇന്റർവ്യൂ നിങ്ങളുടെ വല്ല കുറെ നാൾ ശേഷം സ്റ്റാൻഡേർഡിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ ഒരു ഇന്റർവ്യൂസ് നടത്തുകയാണെങ്കിൽ എൻ്റെ ഇമേജ് മാറട്ടെ. അന്റെ ഇന്റർവ്യൂ എല്ലാം മാറി. നല്ല ഒരു സ്റ്റാൻഡേർഡ് ഇന്റർവ്യൂ കുറെ നാളെ അറ്റൻഡ് ചെയ്തിട്ടാണ്. ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ആണ് എനിക്ക് വേണ്ടത്. ഓക്കെ അണ്ണ, എല്ലാം ശരിയാവും. അണ്ണാ, ഞാൻ ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളൊരു ചെയ്യേണ്ടത്, നിങ്ങൾ പെരേരെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്, എന്നെ ഇന്റർവ്യൂ ചെയ്യേണ്ടത്, നിങ്ങൾ മാസം ക്ലാസ് പിടിക്കുന്നുണ്ട്. അതായത് മാസം ക്ലാസ്സും പിടിക്കുന്നുണ്ട്. അണ്ണൻ മാസം അല്ല, അണ്ണൻ ക്ലാസ് ഫുള്ള് മാസമാണ്. കാലത്തിനൊപ്പം നമ്മള് നാടോട് നിങ്ങൾ പറഞ്ഞില്ലേ, ഞാൻ അതന്നെ നിങ്ങളും ചെയ്യണം, എല്ലാവരും ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവർക്കും ജീവിക്കണം. അതെ. പക്ഷെ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഇന്റലക്ച്വൽ ജോൺ അബ്രഹാം പോലും പൈസയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ അണ്ണാ, അണ്ണൻ്റെ ഒരു ഒറ്റ കാര്യം കൂടി എനിക്ക് അറിയണം എന്നുള്ളതുകൊണ്ട് ചോദിക്കാം, ജെനുവിനായിട്ട് അറിയണം എന്നുള്ളതുകൊണ്ട് ചോദിക്കാം. അണ്ണൻ ജയിലിൽ പോയ ആ ദിവസം അണ്ണൻ വിചാരിച്ചിരുന്നോ അങ്ങനെ ഒരിക്കൽ ജയിലിൽ പോകേണ്ടി വരും? അതിന് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കമൻസ് വായിക്കുന്നുണ്ട്, ഈ അടിയിൽ കുറേ ഇതിടും, ടാഗ് ചെയ്തിട്ടാണ് പ്രശ്നം വരുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പട്ടിയുടെ ഫോട്ടോ ഇട്ടപ്പോൾ അവർ അതുപോലും ടാഗ് ചെയ്തിരിക്കണം ആനിമൽ ബോർഡിലേക്ക്. ഇതിനിട്ട കൂട്ടുചെയ്യലാണ് ഇവർ. മെയിൻലി ഇത് ജലസിയാണ്. ഒരുപാട് പേര് ആഗ്രഹിച്ചു ഞാൻ ജയിലിൽ പോകണമെന്ന്. ജലസിയാണ് മെയിൻ കാരണം. ഫസ്റ്റ് ഡേ ജയിലിൽ ചെന്ന് ആരെങ്കിലും ഉപദ്രവിച്ചോ? അല്ല, പോലീസ് ഒന്നും ചെയ്തില്ല. പോലീസുകാരെല്ലാവരും എൻ്റെ ഫാൻസായിരുന്നു. ഫസ്റ്റ് ഡേ ജയിലിൽ കിടന്ന അന്നത്തെ രാത്രി അണ്ണൻ ഉറങ്ങിയായിരുന്നു? ഞാൻ പോസിറ്റീവ് എടുത്തു. വേറെ ആൾക്കാരാണെങ്കിൽ സൂയിസൈഡിൽ ചെയ്താണ്. ഞാൻ പോസിറ്റീവ് എടുത്ത ഞാനത് ഫ്രീഡം ഇല്ല, ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. ഫ്രീഡം ഇല്ല, ഡിസിപ്ലിൻ ലൈഫ് വന്നു, ഫ്രീഡം ഇല്ല, ബാക്കിയെല്ലാം. എങ്ങനെയാന്ന് രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? 6 മണിക്ക് എണീക്കണം. ചിട്ടയായ ജീവിതമാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു റുട്ടീൻ ഉണ്ട് അവർക്ക്. അത് നല്ല ശരിക്കും പറഞ്ഞാൽ ജയിൽ വിട്ടുള്ള റീഹാബിറ്റേഷനാണ്. ആ രീതി നല്ലതാണ്. അണ്ണന്റെ സെല്ലിൽ അണ്ണന്റെ കൂടെ ആരായിരുന്നു? വിനായകന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പല ഒരുപാട് ചെറിയ കേസാണ് എല്ലാം. കാരണം സബ് ജയിലായതുകൊണ്ട് ചെറിയ കേസാണ്, MDMA അങ്ങനത്തെ. അതിലും ഞാൻ ഒരു ആണിനെ കയറി പിടിച്ചിട്ട് അവനെ കേസ് കൊടുത്തിട്ട് ആ പെണ്ണിന്റെ ഭാര്യയെ കയറി പിടിച്ചു പോകും, കള്ളക്കേസ് കൊടുത്തേക്ക്. ഓ, അങ്ങനെ ഒന്നവരുണ്ട് കള്ളക്കേസ്. അയാൾ ആണിനെ ഒരു ഭർത്താവിനെ കയറി പിടിച്ചതാ, കേസ് വന്നത് ഭാര്യയെ കയറി പിടിച്ചു വന്നു. അയ്യോ. ഇതേപോലെയാണ് ലുളുമാല വെച്ച് ഒരു അറ്റാക്ക് വന്നപ്പോൾ ഒരുത്തൻ ഞാൻ കേസ് കൊടുക്കുമ്പോൾ അവൻ പറയാണ് അവൻ്റെ കൂടെ പെണ്ണിനെ കയറി പിടിച്ചു പോകുന്നു.
എന്നിട്ട് അവരകത്ത് പോയില്ലേ? ഇപ്പോൾ വുമൺ കാർഡ് ഉപയോഗിക്കാൻ എല്ലാവരും അവിടെ പണി കിട്ടി. ഓക്കെ അണ്ണാ, സത്യങ്ങൾ എന്നായാലും ഒരു സത്യം പറഞ്ഞ പ്ലേറ്റോൺ ഫിലോസഫി പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞ ഒരുപാട് സത്യങ്ങളുണ്ടാവും. പൃഥ്വിരാജ് പണ്ട് കുറെ സത്യം പറഞ്ഞു, ഇപ്പോൾ പറയാറില്ല. ഇപ്പൊ പറയാറില്ല, ഇപ്പോൾ പറയില്ല. ഇപ്പോൾ പുള്ളി കാണിച്ചു, ഇപ്പോൾ പണ്ട് മമ്മൂട്ടി മോനെ വിമർശിച്ച പുള്ളി ഇപ്പോൾ അവരുടെ പറയുകയാണ്. ആ പുള്ളി പ്രാക്ടിക്കലായി. ഇതേപോലെ പാർവതി തിരുവോത്ത്, ഇപ്പൊ സാന്ദ്ര തോമസ്, അവർ ജെന്യൂനായിട്ട് പറയും, അവരുടെ ജെന്യൂനായിട്ട് പറയുന്നത് ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യങ്ങളുണ്ടാവും. അതാണ് എനിക്ക് സംഭവിച്ചത്. ഈ പെരേരയുടെ കൂടെ ഇന്നും ഓരോ പേർ വരുന്നുണ്ടല്ലോ, ഇതൊക്കെ അവരോട് ഇഷ്ടം കൊണ്ട് വരുന്നതാണോ? ഞാനൊരു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കേസാവും. ഇവരൊന്നും അത്ര ജെന്യൂനായ ആൾക്കാരല്ല, എങ്ങനെയും ഫെയിം ആവാൻ വേണ്ടി നോക്കുന്നതാണ്. ഓക്കെ, വരുന്നവർ അഭിലാഷ് ആട്ടയും പോലും പെരേരൊപ്പം നടക്കുന്നത് ഫെയിം ആവാൻ വേണ്ടിയാണ്. അണ്ണം പറഞ്ഞിട്ടുണ്ടോ അവരുടെ അടുത്തൊക്കെ? അഭിലാഷ് ആട്ടയത്തിനോട് അണ്ണം പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിന്റെ കഴിവുകൾ ഉപയോഗിച്ച്? ജീവിക്കാൻ വേണ്ടിയാണ് അയാൾക്ക് ഇവർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. ജീവിക്കാൻ വേണ്ടി അയാളൊക്കെ കാണിക്കുന്നത്. ഓക്കെ, നല്ലൊരു കലാകാരനാണ് പുള്ളി, ജീവിക്കാൻ വേണ്ടി. പിന്നെ പുള്ളിക്ക് ചില വീക്ക്നെസ് ഉണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരൊറ്റ കാര്യം കൂടി, അണ്ണൻ്റെ വീട്ടിൽ വെച്ചിട്ട് പെരേരയ്ക്ക് അടി കൊണ്ടൊരു സംഭവം ഉണ്ടായില്ലേ? അത് എനിക്കറിയില്ല എന്താ സംഭവം. അത് വിഷ്ണു കൊച്ചിക്കാരൻ പറയുന്നു, പ്ലാൻഡാ പറയുന്നു ശരിക്കും. പക്ഷെ അടിയായിട്ട് ശരിക്കും അടി പോലെ തോന്നിയ എന്തായിരുന്നു സംഭവം? അത് അവരുടെ ആ ഡയറക്ടർ ഇയാൾ നമ്മൾ ഇഷ്യൂ ആണ്. എന്തോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു, ഇയാൾ വരുന്ന അഭിനയിക്കുന്ന നടിമാരെ എല്ലാം ന്യൂഡായിട്ട് കാണണം, അങ്ങനെല്ലാം പെരേര പറഞ്ഞത്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് പറയുന്നത്. പിന്നെ പുള്ളിക്ക് കറുപ്പ് നിറം, വെളുപ്പ് നിറം, കറുപ്പ് പെണ്ണുങ്ങളെ വേണ്ട, അങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ ആ ഡയറക്ടറിന് എന്തൊക്കെയോ നഷ്ടം ഉണ്ടായി. ഓക്കെ, കറുപ്പ് വെളുപ്പ് പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? കലാമണ്ഡലം സത്യഭാമയുടെ കൊച്ചുമോനാണ് പെരേര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് അതേ സ്വഭാവം, പുള്ളിക്ക് കറുപ്പ് പെണ്ണുങ്ങളെ പറ്റില്ല പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടതാണ്. ഓക്കെ, കലാമണ്ഡലം സത്യഭാമയുടെ ആ ഒരു പ്രസ്താവന ഒരു സംസ്കാരമില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് തെറ്റാന്നാണ് വളരെ മോശം. അവരാ മല്ലിക സുമാൻ ചില എന്തൊക്കെയാണ് പറഞ്ഞത്. ഒരു സംസ്കാരം, അത് കുറച്ച് കലാപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിലുള്ള ഒരു സംസ്കാരം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഓക്കെ അണ്ണാ, എന്തായാലും വളരെ ഒരുപാട് നാശേഷം നല്ലൊരു ഇന്റർവ്യൂ കാണാൻ അതിനെ പറ്റി. ഇങ്ങനത്തെ ഇന്റർവ്യൂസ് വരികയാണെങ്കിൽ എൻ്റെ ഇമേജ് മാറട്ടെ അണ്ണാ, മാറട്ടെ. ഓക്കെ, നല്ല നല്ല കാര്യങ്ങൾ അണ്ണൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. അണ്ണൻ, ഞാൻ പറഞ്ഞില്ലേ, ആറാട്ടണ്ണൻ ഒരു ബ്രാൻഡാണ്. അതിൽ കൂടി നല്ല സാധനങ്ങൾ വന്നാൽ നല്ലത് ആൾക്കാരെല്ലാം ഏറ്റെടുക്കും. ജയിലിൽ പോയ ശേഷം ഇത് കുറച്ചാണ്, അപ്പോൾ റീച്ചും കുറഞ്ഞു കുറയട്ടെ. പക്ഷെ അണ്ണന് മാറ്റം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവും. നല്ലത് വന്നാൽ നല്ലത് പറയാൻ കമന്റ് ഫീൽഡ് ഔട്ടായി അതൊന്നുമില്ല അണ്ണാ. ഈ ഫീൽഡ് ഔട്ട് ആയെന്ന് പറയുന്നവർ അണ്ണനെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. അപ്പോൾ നല്ല കാര്യങ്ങൾ പറയാം, നല്ല കാര്യങ്ങൾ സോഷ്യൽ കമ്മിറ്റി ആയിട്ട് പോവാം. ഉറപ്പായിട്ടും നിങ്ങൾ നല്ലൊരു ഇന്റർവ്യൂ ആയിട്ട് മാറട്ടെ. താങ്ക് യു മാറട്ടെ. വളരെ സ്റ്റാൻഡേർഡ് ചോയ്സസ് ചോദിച്ചത്. താങ്ക് യു. ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ തിരിച്ചും. താങ്ക് യു.